അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നോക്കിയിരുന്ന നമ്മൾ എന്തായിരുന്നു പ്രൊസീജിയറും ഫങ്ഷൻസൊക്കെ എന്താണെന്ന് നോക്കി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നേരിട്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക, വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കുക, ക്ലിയർ ആയിട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാൻഡ് റിവോക്ക് പ്രിവിലേജസ്. അതായത് ഗ്രാൻഡും റിവോക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DBMS ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് കൊടുക്കുന്ന പെർമിഷൻസിനാണ് എന്ത് ഗ്രാൻഡും റിവോക്കും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കൂടുതലായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, you can grant and revoke privileges on various database objects in Oracle. We will first look at how grant revoke privilege on table. അതായത് എങ്ങനെയൊക്കെയാണ് കൊടുക്കാന്നുള്ളത്. പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പെർമിഷൻ കൊടുക്കുക. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് പെർമിഷൻ കൊടുക്കുന്നതിന് പറഞ്ഞു വരണത് പ്രിവിലേജ്. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ പെർമിഷൻ കൊടുത്തിരിക്കുന്നു. റിവോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിഷൻ തടഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനൊരു ജനറൽ സിൻടാക്സ് ഉണ്ട്, ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് പ്രിവിലേജസ് ഓൺ ടേബിൾ. യു ക്യാൻ ഗ്രാൻഡ് യൂസസ് വേരിയസ് പ്രിവിലേജസ് ടു ടേബിൾസ്. ദീസ് പ്രിവിലേജസ് ക്യാൻ ബി എനി കോമ്പിനേഷൻ ഓഫ്. ഏത് പ്രിവിലേജസും ആണെങ്കിൽ എന്ത് ചെയ്യുക, ടേബിളിലുള്ള ഏത് ഇത് വേണമെങ്കിൽ ഇത് കൊടുക്കുക. സെലക്ട് കൊടുക്കുക, ഇൻസേർട്ട് കൊടുക്കുക, അപ്ഡേറ്റ് കൊടുക്കുക, ഡിലീറ്റ് കൊടുക്കുക, റിഫറൻസ് കൊടുക്കുക, ആൾട്ടർ കൊടുക്കുക, ഇൻഡെക്സ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഓൾ എന്നുള്ള കൊടുക്കുക. അപ്പോൾ ഇതിനൊരു സിൻടാക്സ് ഉണ്ട്, പ്രിവിലേജ് കൊടുക്കാനുള്ള ഒരു സിൻടാക്സ് ഉണ്ട്. ഗ്രാൻഡിൻ്റെ സിൻടാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് പ്രിവിലേജസ് ഓൺ എന്നുള്ള കീവേഡാണ്. ഒബ്ജക്റ്റ് ഏത്, ഇപ്പോൾ ടേബിളാണോ അതെന്താണോ, ടേബിളാണോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണോ, അങ്ങനെയൊക്കെ ടു യൂസർ, ഏത് യൂസറിനാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് യൂസർ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് പ്രിവിലേജസ് നോക്കുക. അതായത് ഇപ്പോൾ സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് എബിലിറ്റി ഫ്രം സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ദ ടേബിളിലുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിന് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് പ്രിവിലേജസ്. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. റെഫറൻസ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. ഓൾട്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻഡെക്സ് എന്ത് ചെയ്യും, നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കിട്ടും. ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേലെ പറഞ്ഞിരിക്കുന്ന എല്ലാതും ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണെന്ത് പ്രിവിലേജസ്. ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ദ ഡാറ്റാബേസ് ഒബ്ജക്ട്സ് ദാറ്റ് യു ആർ ഗ്രാൻഡിങ് പ്രിവിലേജസ് ഫോർ. അതായത് നമ്മൾ എന്തിൻ്റെ മേലാണോ പ്രിവിലേജ് കൊടുക്കുന്നത് അതിന് പറഞ്ഞ പേരാണ് എന്ത്, ഒബ്ജക്റ്റ് എന്നുള്ളത്. ചിലപ്പോൾ ഒരു ടേബിൾ ആവാം, ചിലപ്പോൾ ഒരു ഫംഗ്ഷൻ ആവാം, ഒരു പ്രൊസീജിയർ ആവാം, എന്താവാം. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രിവിലേജ് എന്തിൻ്റെ മേലാണ് നമ്മൾ പ്രിവിലേജ് കൊടുക്കുന്നത് അതിന് പറഞ്ഞ പേരാണ് എന്ത്, ഒബ്ജക്റ്റ് എന്നുള്ള. നാലാമത്തെ ലാസ്റ്റ് യൂസർ. ദ നെയിം ഓഫ് ദ യൂസർ ദാറ്റ് വിൽ ബി ഗ്രാൻഡഡ് ദീസ് പ്രിവിലേജസ്. ഈ യൂസർ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രിവിലേജസ് കൊടുക്കുന്നത് ആർക്കാണോ ആ വ്യക്തിയുടെ പേരാണ് എന്ത്, യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് നോക്ക്, ഇപ്പോൾ പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്, സെലക്റ്റും അപ്ഡേറ്റും ഡിലീറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാൻഡ് സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഓൺ സപ്ലയേഴ്സ് എന്നുള്ള ടേബിളിലാണ് ടു സ്മിത്ത് ജെ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ്. അയാൾക്ക് എന്ത് ചെയ്യാനുള്ളൂ, അയാൾക്ക് സപ്ലയേഴ്സ് എന്നുള്ള ടേബിളിൽ സെലക്ട് കമാൻഡ് നടത്താൻ പറ്റും, ഇൻസേർട്ട് കമാൻഡ് നടത്താൻ പറ്റും, അപ്ഡേറ്റ് കമാൻഡ് നടത്താൻ പറ്റും, ഡിലീറ്റ് കമാൻഡ് നടത്താൻ പറ്റും. ഈ 5 കാര്യങ്ങൾക്ക് സ്മിത്ത് എന്നുള്ള വ്യക്തിക്ക് സപ്ലയേഴ്സ് എന്നുള്ള ടേബിളിൽ ചെയ്യാൻ പറ്റും. ഇനി ഇതെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എല്ലാതും ഗ്രാൻഡ് ഓൾ ഓൺ സപ്ലയേഴ്സ് ടു സ്മിത്ത് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടോ ആ എല്ലാ അപ്ഡേറ്റ്സും ആൾക്ക് സപ്ലയേഴ്സ് എന്നുള്ള ടേബിളിൻ്റെ മേലെ അയാൾക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാൻഡ് സെലക്ട് ഓൺ സപ്ലൈ. സെലക്ട് എന്ന് പറഞ്ഞാൽ ഇഫ് യു വാണ്ട് ടു ഗ്രാൻഡ് സെലക്ട് ആക്സസ് മാത്രം മതിയെങ്കിൽ, അതായത് ആദ്യത്തെ ഡീറ്റെയിൽസ് മാത്രം കിട്ടിയാൽ മതി, നമ്മളെന്ത് കൊടുക്കുള്ളൂ, ഗ്രാൻഡ് സെലക്ട് ഓൺ സപ്ലൈസ് ടു പബ്ലിക്. അത് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അത് വാച്ച് ചെയ്യാം, നോക്കാം. ഇപ്പോൾ ഇഫ് യു വാണ്ട് ടു ഗ്രാൻഡ് ഓൺലി സെലക്ട് ഓൾ യൂസ് ചെയ്യാം. ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന എല്ലാ യൂസേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും, അത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം മോസ്റ്റ്ലി വരുന്നത് ഒന്നതാണ് ഗ്രാൻഡ് എന്നുള്ള കീവേഡ് വരുന്നത്, പിന്നെ പ്രിവിലേജാണ് വരുന്നത്, പിന്നെ ഒബ്ജക്റ്റാണ് വരുന്നത്, പിന്നെ യൂസറാണ് വരുന്നത്. ഗ്രാൻഡ് എന്നുള്ള കീവേഡാണ് പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രിവിലേജ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് അതെല്ലാം ഉണ്ട്. ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും വരും. അതുപോലെ തന്നെ യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ 2 എക്സാമ്പിൾ സ്മിത്ത് ജെ എന്നുള്ളതിന് കൊടുത്തിട്ടുള്ളൂ.
അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും എന്ത് സ്മിത്ത് ജെക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രാൻഡ് സെലക്ട് ഓൺ സപ്ലയേഴ്സ് ടു പബ്ലിക് കൊടുത്തില്ല. പബ്ലിക് എന്ന് പറയുമ്പോൾ ആർക്കും വന്നിട്ട് എന്ത് ചെയ്യുക, സെലക്ട് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുക. സപ്ലയേഴ്സ് എന്നുള്ള ടേബിളിൽ സെലക്ട് കമാൻഡ് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അടുത്ത് റിവോക്കാണ്. റിവോക്ക് എന്ന് പറഞ്ഞാൽ വൺസ് യു ഹാവ് ഗ്രാൻഡഡ് പ്രിവിലേജസ് യു മേ നീഡ് ടു റിവോക്ക് സം ഓർ ഓൾ ഓഫ് ദിസ് പ്രിവിലേജ്. ടു ഡു ദിസ് യു ക്യാൻ റിവോക്ക്. അതായത് നമ്മൾ ഒരിക്കൽ ഗ്രാൻഡ് കൊടുത്തിട്ട് പിന്നെ നമുക്ക് നിർത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, റിവോക്ക് എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഗ്രാൻഡ് പോലെ തന്നെ എല്ലാതും സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, റെഫറൻസ്, ആൾട്ടർ, ഇൻഡെക്സ്, ഓൾ ഇത്രയും പ്രിവിലേജസ് ഉണ്ട്. ഈ പ്രിവിലേജസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂസറിൽ നിന്നും ഒരു ടേബിളിലോട്ട് ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ അതിന് എക്സാമ്പിൾസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ അതിന് മുമ്പ് സെലക്ട്, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സെലക്ടിൻ്റെ ഇതാണ്, പ്രിവിലേജസാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ റിവോക്ക് സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്തെങ്കിലും സെലക്ട് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റിവോക്ക് ഇൻസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. റിവോക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. റിവോക്ക് ഡിലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. റിവോക്ക് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ്, ഒരു ആക്സസും ഉണ്ടാവില്ല ആ ടേബിളിൽ. അപ്പോൾ ഒബ്ജക്റ്റ് സെയിം തന്നെയാണ്, യൂസറും സെയിം തന്നെയാണ്. നേരത്തെ ഗ്രാൻഡിനെ പറഞ്ഞ അതേ സെയിം തന്നെയാണ് എന്ത്, ഒബ്ജക്റ്റും യൂസറും. അപ്പോൾ ഈ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് നോക്കാം. റിവോക്ക് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള എന്താണ്, ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യണം, ആൻഡേഴ്സൺ എന്നുള്ള വ്യക്തിക്ക് സപ്ലൈസ് എന്നുള്ള ടേബിളിൽ ഡിലീറ്റ് എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യണം. അയാൾക്ക് ഓൾറെഡി ആക്സസ് ഉള്ളതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, റിവോക്ക് ഡിലീറ്റ് ഓൺ സപ്ലയേഴ്സ് ഫ്രം ആൻഡേഴ്സൺ. അപ്പോൾ ആൻഡേഴ്സൺ എന്നുള്ള വ്യക്തിക്ക് സപ്ലയേഴ്സ് എന്നുള്ള ടേബിളിൽ ഡിലീറ്റ് എന്നുള്ള കമാൻഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നത് റിവോക്ക് ഓൾ ഓൺ സപ്ലയേഴ്സ് ഫ്രം ആൻഡേഴ്സൺ. അതായത് ഇപ്പം എന്താണ്, ആൻഡേഴ്സൺ എന്നുള്ള വ്യക്തിക്ക് സപ്ലയേഴ്സ് എന്നുള്ള ടേബിളിൽ എല്ലാതും എന്താണ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എല്ലാം നിർത്തി വെച്ചിട്ടുണ്ടാവും. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ആ സപ്ലയേഴ്സ് എന്നുള്ള ടേബിളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്ന മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ഇഫ് യു ഹാഡ് ഗ്രാൻഡഡ് ഓൾ പ്രിവിലേജസ് ടു പബ്ലിക് ഓൾവേസ് ആൻഡ് സപ്ലൈസ്. അത് ആദ്യം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, എന്ത് ഓൾ ഓൺ, ആർക്ക് വേണമെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാനുള്ള ഒരു ഗ്രാൻഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിവോക്ക് ചെയ്യാൻ റിവോക്ക് ഓൾ ഓൺ ഒറ്റൊന്നും സപ്ലൈസ് എന്ന ടേബിളിൽ പബ്ലിക്കായിട്ട്, അതായത് ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്ലൈസ് എന്നുള്ള ടേബിളിൽ ഒരു കാര്യവും എന്ത് ചെയ്യാൻ പറ്റില്ല, ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എന്ത് റിവോക്ക് എന്ന് പറഞ്ഞത്. അടുത്തത് ഗ്രാൻഡ് പ്രിവിലേജസ് ഓൺ ഫങ്ഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. വെൻ ഡീലിംഗ് വിത്ത് ഫങ്ഷൻസ് ആൻഡ് അതായത് ഗ്രാൻഡും നേരത്തെ പറഞ്ഞത് ഗ്രാൻഡും റിവോക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീജിയറിൽ വേണമെങ്കിൽ നമുക്ക് എന്ത്, ഫങ്ഷനിൽ അല്ലെങ്കിൽ പ്രൊസീജിയറിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതിന് സിൻറ്റാക്സ് പറഞ്ഞാൽ സെയിം തന്നെ, ഗ്രാൻഡ് എക്സിക്യൂട്ട് എന്നാവും. എക്സിക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ ഇതാക്കുന്നത്, എക്സിക്യൂട്ട് ഓൺ ഒബ്ജക്റ്റ് ടു യൂസർ. നേരത്തെ കൊടുത്ത് ഗ്രാൻഡ് പ്രിവിലേജ് ഓൺ ഒബ്ജക്റ്റ് ടു യൂസർ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇൻ കേസ് ഓഫ് ഫങ്ഷൻ പ്രൊസീജിയർ ആണെങ്കിൽ ഗ്രാൻഡ് എക്സിക്യൂട്ട് ഓൺ ഒബ്ജക്റ്റ് ടു യൂസർ. ഇപ്പോൾ എക്സിക്യൂട്ട് എന്താ, എബിലിറ്റി ടു കമ്പൈൽ ദ ഫങ്ഷൻ ഓഫ് ദ എബിലിറ്റി ടു എക്സിക്യൂട്ട് ദ ഫങ്ഷൻ പ്രൊസീജിയർ ഡയറക്റ്റ്ലി. അതായത് ഒരു എന്തെങ്കിലും ഫങ്ഷനോ പ്രൊസീജിയറോ ഉണ്ടെങ്കിൽ അത് ഒന്നിനും വെയിറ്റ് ചെയ്താൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് എക്സിക്യൂട്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് എന്ത്, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആയിരിക്കും എന്ത് ഒബ്ജക്റ്റ്. യൂസർ എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിക്കാണ് നമ്മൾ ആ പ്രിവിലേജ് കൊടുക്കുന്നത്, അതാണ് എന്ത് യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രാൻഡ് എക്സിക്യൂട്ട് ഓൺ ഫൈൻഡ് വാല്യൂ ടു സ്മിത്ത് ജെ. അപ്പോൾ ഫൈൻഡ് വാല്യൂ എന്നുള്ള ഒന്നില്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആവാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആവാം. അപ്പോൾ എന്താണ്, അയാൾക്ക് പെർമിഷൻ കൊടുത്തു ഗ്രാൻഡ് എക്സിക്യൂട്ട്, അയാൾക്ക് എന്ത് ചെയ്യുക, അതിൽ വർക്കിംഗ് ചെയ്യാം. സ്മിത്ത് ജെ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഫൈൻഡ് വാല്യൂ എന്നുള്ള ഒരു പ്രൊസീജിയറോ ഫംഗ്ഷനിലോ അയാൾക്ക് എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് എക്സിക്യൂട്ട് ഓൺ ഫൈൻഡ് വാല്യൂ ടു പബ്ലിക്. അതായത് ഫൈൻഡ് വാല്യൂ എന്നുള്ള ഒരു പ്രൊസീജിയറോ ഫംഗ്ഷനോ പബ്ലിക്
അതായത് പുറത്ത് വരുന്ന ഒരു പബ്ലിക് യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഗ്രാൻഡ് എക്സിക്യൂട്ട് ഓൺ ഫൈൻ വാല്യൂ ടു പബ്ലിക് എന്ന് പറഞ്ഞത്. യൂസറല്ല, പബ്ലിക്കാണ്. അപ്പോൾ ജസ്റ്റ് അതേപോലെ തന്നെ ഇപ്പോൾ റിവോക്ക് ഉണ്ട്, സോറി, ഇപ്പോൾ ഇതാ ഗ്രാൻഡ് എക്സിക്യൂട്ട് ഓൺ ഫൈൻഡ് വാല്യൂ ടു സ്മിത്ത് ജെ. ഇതെന്ന് പറഞ്ഞുള്ള വാല്യൂ, ഫൈൻഡ് വാല്യൂ എന്നുള്ള സബ് പ്രോഗ്രാം എന്ന് വിളിക്കുന്നത് നല്ലത്. കാരണം പ്രൊസീജിയറും ഫങ്ഷൻ എന്ന് മാറി മാറി പറഞ്ഞത് സബ് പ്രോഗ്രാംസാണ് എന്ത്, പ്രൊസീജിയറും ഫങ്ഷൻസും. അപ്പോൾ ഈ ഫൈൻഡ് വാല്യൂ എന്നുള്ളൊരു സബ് പ്രോഗ്രാമിനെ സ്മിത്ത് ജെക്ക് എല്ലാ പെർമിഷൻസും എന്തുണ്ട് അയാൾക്ക് കൊടുത്തിരിക്കുന്നത്. അതാണ് ഫസ്റ്റത്തെ എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് എക്സിക്യൂട്ട് ഓൺ ഫൈൻഡ് വാല്യൂ ടു പബ്ലിക്. അതായത് ആർക്ക് വേണമെങ്കിലും ഫൈൻഡ് വാല്യൂ എന്നുള്ള ഒരു സബ് പ്രോഗ്രാമിനെ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യിപ്പിക്കുക. അടുത്തത് റിവോക്ക്. നമ്മൾ നേരത്തെ നോക്കിയത് പ്രിവിലേജ്, ഇതാണ് ഗ്രാൻഡാണ്. ഇപ്പോൾ റിവോക്ക് അതിൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ഫങ്ഷനിലുള്ള റിവോക്ക് എന്നുള്ളത്. സെയിം തന്നെ റിവോക്ക് എക്സിക്യൂട്ട് ഓൺ ഒബ്ജക്റ്റ് ഫ്രം യൂസർ. നേരത്തെ 2 ആയിരുന്നു, ഇത് എന്താ ഫ്രം ആണ്. അപ്പോൾ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒബ്ജക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള പെർമിഷനാണ് എന്ത് എക്സിക്യൂട്ട് എന്നുള്ളത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ്റെ പേരോ അല്ലെങ്കിൽ പ്രൊസീജിയറിൻ്റെ പേരോ ആവാം. യൂസർ എന്ന് പറഞ്ഞാൽ ഏത് യൂസറിൽ നിന്നാണ് എന്ത് പ്രിവിലേജസ് ഗ്രാൻഡ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, റിവോക്ക് എക്സിക്യൂട്ട് ഓൺ ഫൈൻഡ് വാല്യൂ ഫ്രം ആൻഡേഴ്സൺ. അപ്പോൾ ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ വ്യക്തിക്ക്, ഇവിടെ എക്സാമ്പിൾ നോക്കൂ, മഞ്ഞ കളറിലുള്ള റിവോക്ക് എക്സിക്യൂട്ട് ഓൺ ഫൈൻഡ് വാല്യൂ ഫ്രം ആൻഡേഴ്സൺ. അത് ആൻഡേഴ്സൺ എന്നുള്ള വ്യക്തിക്ക് ഫൈൻഡ് വാല്യൂ എന്നുള്ള ഒരു സബ് പ്രോഗ്രാം എന്ത് ചെയ്യും, റിവോക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അയാൾക്ക് അതിൻ്റെ മേലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ആക്സസും ഉണ്ടാവില്ല. അപ്പോൾ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ പെർമിഷൻ കൊടുക്കുന്നത്, റിവോക്ക് എന്ന് പറഞ്ഞാൽ കൊടുത്ത പെർമിഷൻ എന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ റിവോക്ക് എക്സിക്യൂട്ട് ഓൺ ഫൈൻഡ് വാല്യൂ ഫ്രം പബ്ലിക് എന്താണ്, പുറത്തുനിന്ന് വരുന്ന ഒരു യൂസറിന് ഫൈൻഡ് വാല്യൂ എന്നുള്ളൊരു സബ് പ്രോഗ്രാമിൽ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമ്പിൾസൊക്കെ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പറയാം. അടുത്തത് ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. മിനിറ്റ്. അപ്പോൾ ട്രിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ trigger is a PLSQL block structure which is fired when a DML statements like insert, delete, update is executed on a database table. ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തോക്കിൻ്റെ ട്രിഗർ എന്നൊക്കെ ഇല്ലല്ലോ, അത് നമ്മളെന്ത് ചെയ്യുക, അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ ഈ DML ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് സ്ട്രക്ചറാണ് ട്രിഗർ എന്ന് പറഞ്ഞാൽ. ഇൻസേർട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എ ട്രിഗർ ഈസ് ട്രിഗർഡ് ഓട്ടോമാറ്റിക്കലി വെൻ ആൻ അസോസിയേറ്റഡ് DML സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ടഡ്. അതായത് ഒരു ട്രിഗർ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു ഇൻസേർട്ട് നടത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ട്രിഗർ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ നടത്തി കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ട്രിഗർ. എന്തെങ്കിലും ഒരു DML സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു DML സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തെങ്കിലും ഓപ്പറേഷൻസ് നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ടക്കുന്ന ഓപ്പറേഷൻ നടന്നതെന്ന് എന്ത് ചെയ്യും, വിലയിരുത്തും. അതാണ് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രിഗർ ആർ സ്റ്റോർഡ് പ്രോഗ്രാംസ് വിച്ച് ആർ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ടഡ് ഓർ ഫയർഡ് വെൻ സം ഈവൻറ്റ്സ് ഒക്കർ. അതാ പറഞ്ഞു, ട്രിഗേഴ്സ് ആർ നമ്മൾ സ്റ്റോർഡ് പ്രോഗ്രാംസ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി ക്രിയേറ്റ് ആയ ട്രിഗേഴ്സും ഉണ്ട്. വിച്ച് ആർ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ടഡ് ഓർ ഫയർഡ് വെൻ സം ഈവൻറ്റ്സ് ഒക്കേർഡ്. അതായത് ഒന്നിൽ ഓട്ടോമാറ്റിക് എക്സിക്യൂട്ട് ആവും, അല്ലെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കണം. എന്തെങ്കിലും ഇവൻറ്റ്സ് ഒക്കർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ടഡ് ആവുന്നതും അല്ലെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി ബേസായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോർഡ് പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു DML സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി നടന്നിക്കണമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ട്രിഗറിനെ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ട്രിഗർ ഓൺ ആക്കും. അപ്പോൾ ട്രിഗറിൽ എന്താണോ പറഞ്ഞിട്ടുള്ള ആ കാര്യം നടത്തിക്കും.
എന്നിട്ട് എന്ത് ചെയ്യും, ട്രിഗർ ഓഫ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ട്രിഗർ എന്നുള്ള വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇനി അടുത്ത് DML ഡിലീറ്റ് ഇൻസേർട്ട് അപ്ഡേറ്റ് എന്താണ്, DML ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ട്രിഗർ നടത്താം. DDL ക്രിയേറ്റ് ആൾട്ടർ ഡ്രോപ്പ്, ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സെക്ഷനാണ്. DML ഒരു ട്രിഗർ നടത്താം, DDL ഒരു ട്രിഗർ നടത്താം. അതേപോലെ ഡാറ്റാബേസ് ഓപ്പറേഷൻ, സെർവർ എറർ, ലോഗ് ഓഫ്, സ്റ്റാർട്ടപ്പ്, ഷട്ട് ഡൗൺ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഡാറ്റാബേസ് ഓപ്പറേഷൻസിൽ എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ട്രിഗറിനെ സെറ്റ് ചെയ്യിപ്പിക്കുക. ട്രിഗർ ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ ദ ടേബിൾ വ്യൂ സ്കീമ ഓർ ഡാറ്റാബേസ് വിത്ത് വിച്ച് ഈവൻ്റ് ഈസ് അസോസിയേറ്റഡ്. ട്രിഗർ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിൽ അല്ലെങ്കിൽ ഒരു വ്യൂവിൽ, ഒരു സ്കീമയിൽ, ഒരു ഡാറ്റാബേസിലുള്ള ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബെനിഫിറ്റ്സ് ഓഫ് ട്രിഗേഴ്സ്. ട്രിഗേഴ്സ് ക്യാൻ ബി റിട്ടേൺ ഫോർ ദ ഫോളോയിങ് പർപ്പസസ്. ഇത്രയും കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രിഗർ യൂസ് ചെയ്യാം. ജനറേറ്റിംഗ് സം ഡെലിവേർഡ് കോളം വാല്യൂസ് ഓട്ടോമാറ്റിക്കലി. അതായത് ഇപ്പോൾ പുതിയൊരു ജനറേറ്റിംഗ് സം ഡിറൈവ്ഡ് കോളംസ് വാല്യൂസ് ഓട്ടോമാറ്റിക്കലി. ഡിറൈവ്ഡ് കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏകദേശം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏജ് കാണാം അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രിഗറിനെ സെറ്റ് ചെയ്യാം. നമുക്ക് DOB കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഏജ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ട്രിഗറിനെ സെറ്റ് ചെയ്യാം. എൻഫോഴ്സിങ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി. അതായത് എന്തെങ്കിലും ഡാറ്റാസ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും എന്തെന്ന്, അത് ഡാറ്റ ഷെയറിങ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ട്രിഗറിനെ സെറ്റ് ചെയ്യുക. ഇവൻ്റ് ലോഗിങ് ആൻഡ് സ്റ്റോറിങ് ഇൻഫർമേഷൻ ഓൺ ടേബിൾ ആക്സസ്. ഈവൻ്റ് ലോഗിങ്, അതായത് ഓരോ സെക്ഷനിൽ ഇപ്പോൾ ഒരാൾ കയറിയിട്ട് ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യുക, ട്രിഗർ ചെയ്യുക. അതേപോലെ കുറേ ഇൻഫോർമേഷൻസ് ഒരു ടേബിളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിന് നമുക്ക് എന്ത് ചെയ്യുക, ട്രിഗർ ചെയ്യുക. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എല്ലാം കാര്യങ്ങളൊക്കെ ടാലിയൊക്കെ ആണെങ്കിൽ എല്ലാ ഇതൊക്കെ പ്രൊസീജിയേഴ്സൊക്കെ വർക്കിംഗ് കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ട്രിഗറിനെ സെറ്റ് ചെയ്യുക. വർക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ ഒരു ട്രിഗറിനെ സെറ്റ് ചെയ്യുക. സിങ്കറണസ് റിപ്ലിക്കേഷൻ ഓഫ് ടാബിൾസ്. അതായത് ടാബിൾസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ടാബിൾസൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ട്രിഗറിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഇമ്പോസിങ് സെക്യൂരിറ്റി ഓതറൈസേഷൻ. ഇപ്പോൾ വേറൊരാൾ പുറത്തുനിന്ന് ഒരാൾ അറിയാത്തവർക്ക് നമ്മൾ ഗ്രാൻഡൊക്കെ കൊടുത്തില്ലേ, അതേപോലെ പുറത്തുനിന്ന് പ്രിവിലേജ് ഇല്ലാത്ത ഒരാൾ വന്ന് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ട്രിഗറിനെ സെറ്റ് ചെയ്യുക. പ്രിവെൻറ്റിങ് ഇൻവാലിഡ് ട്രാൻസാക്ഷൻ. അതായത് നമ്മൾ പെർമിഷൻ കൊടുക്കാത്ത ട്രാൻസാക്ഷൻ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ട്രിഗറിനെ സെറ്റ് ചെയ്യുക. അപ്പോൾ ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇവൻ്റ് ഒക്കർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇവൻ്റ് ഒക്കറുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യുന്ന ഒരു വസ്തുവാണെന്ത് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മാനുവലി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു ട്രിഗർ ക്രിയേറ്റ് ചെയ്യുന്ന സിൻറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിയേറ്റ് ആണെങ്കിൽ ക്രിയേറ്റ് ട്രിഗർ നെയിം ഏതാണ്, ബിഫോർ, ആഫ്റ്റർ, ഇൻസ്റ്റെഡ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒന്നിൽ ബിഫോർ ചെയ്യുന്നതിന് മുമ്പ്, ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തതിന് ശേഷം, ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ. പിന്നെ ഉണ്ട് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഏതാണ് ഇൻസേർട്ടാണോ അപ്ഡേറ്റ് ആണോ ഡിലീറ്റ് ഏതിലാണോ അതിൽ. ഓഫ് കോൾ നെയിം, ഏത് കോളത്തിലാണ് ചെയ്യണമെന്നുള്ള. ഓൺ ടേബിൾ നെയിം, ടേബിളിൻ്റെ പേര്. റെഫറൻസിങ് ഓൾഡ് ആസ് ന്യൂ ആസ് ഫോർ ഈച്ച് റോ വെൻ കണ്ടീഷൻ. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്, എക്സെപ്ഷൻ ഹാൻഡ്ലിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ഇത്രയാണ് എന്ത് ഒരു സിൻറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ സിൻറ്റാക്സ് തന്നെയാണ്. ക്രിയേറ്റ്, ട്രിഗർ നെയിം, ബിഫോർ അതാണ്, ആഫ്റ്റർ, ഇൻസ്റ്റെഡ് ഓഫ്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, കോളം നെയിം, ടേബിൾ നെയിം. പിന്നെ നമ്മൾ ഓരോ ഇത് വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടീഷൻ കൊടുത്തിട്ടാണ് മാറണമെങ്കിൽ ആ കണ്ടീഷൻ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ചെയ്യുമ്പോൾ എന്തായാലും എക്സാമ്പിൾ ഉണ്ടോ ഒന്നും കൂടി മനസ്സിലാവും. അപ്പോൾ അതിന് മുമ്പ് അതിൽ ഓരോന്ന് എന്താ പറയണത് നോക്കുക. ക്രിയേറ്റ് ഓർ റീപ്ലേസ്. ഫസ്റ്റ് ക്രിയേറ്റ് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗർ നെയിം. ഇറ്റ് ക്രിയേറ്റ്സ് ഓർ റീപ്ലേസ് ആൻ എക്സിസ്റ്റിംഗ് ട്രിഗർ വിത്ത് എ ട്രിഗർ നെയിം. അതായത് ക്രിയേറ്റ് ആൻസർ കൊടുക്കണമെങ്കിൽ ഒരു പുതിയ ട്രിഗറിനെ ക്രിയേറ്റ് ചെയ്യും. റീപ്ലേസ് ആണെങ്കിൽ ഓൾറെഡി ഉള്ളൊരു ട്രിഗറിനെ എന്ത് ചെയ്യും, മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. ബിഫോർ, ആഫ്റ്റർ, ഇൻസ്റ്റെഡ് ഓഫ് ആണെങ്കിൽ സ്പെസിഫൈ വേണ്ടത് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് എന്നുള്ളത് ക്രിയേറ്റിംഗ് ട്രിഗർ ഓൺ എ വ്യൂ. ഒരു വ്യൂവിൽ
ചെയ്യുന്നതാണ് എന്ത് ഇൻസ്റ്റഡ് ഓഫ്. ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബിഫോർ സാധാ ഒരു ടേബിളിലാണെങ്കിൽ എന്ത് ചെയ്യാം, ബിഫോർ കൊടുക്കുക, ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്രിഗറിനെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്തതിന് ശേഷം ഒരു ട്രിഗറിനെ സെറ്റ് ചെയ്യുക. ഇൻസ്റ്റഡ് ഓഫ് എന്നുള്ളത് നമ്മൾ വ്യൂ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, ആ വ്യൂവിൽ യൂസ് ചെയ്യുന്നതാണ് എന്ത് ഇൻസ്റ്റഡ് ഓഫ് എന്നുള്ള ക്ലോസ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഇൻസേർട്ട് ഓർ അപ്ഡേറ്റ് ഡിലീറ്റ്. ദിസ് DML ഓപ്പറേഷൻസ് ആണ്. ഇതിൽ ഏത് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകണമെന്നുള്ളത് എന്തെങ്കിലും മെൻഷൻ ചെയ്യണം. ഓഫ് കോളം നെയിം, ദിസ് സ്പെസിഫൈ ദ കോളം നെയിംസ് ദാറ്റ് വുഡ് ബി അപ്ഡേറ്റ്. ഏത് കോളംസ് ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ള അതാണ് അവിടെ മെൻഷൻ. ഓൺ ടേബിൾ നെയിം, ഏത് ടേബിളിലാണ് ട്രിഗർ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഓൺ ടേബിൾ നെയിമിൽ ഉദ്ദേശിക്കുന്നത്. റെഫറൻസ് ഓൾഡ് ആസ് 0, ന്യൂ ആസ് ഇൻ. ദിസ് അലൗസ് യു ടു റെഫർ ന്യൂ ആൻഡ് ഓൾഡ് വാല്യൂസ് ഫ്രം വേരിയസ് DML സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് പഴയ വാല്യൂം പുതിയ വാല്യൂം തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാനും എടുക്കാൻ പറ്റും. ഇൻസേർട്ട് അപ്ഡേറ്റ് DML സ്റ്റേറ്റ്മെൻറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ ചേഞ്ചസിൽ, അതായത് പഴയ ഇൻസേർട്ട് ആണെങ്കിൽ ഒരു പുതിയ വാല്യൂ ഇൻസേർട്ട് ചെയ്തിരിക്കണം, അപ്പോൾ അതിന് മുമ്പ് എത്ര റോസ് ഉണ്ടായിരുന്നുള്ള നമുക്ക് കാണാൻ പറ്റും. അപ്ഡേറ്റ് ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്തതിന് മുമ്പും ചെയ്തതിന് ശേഷമുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഡിലീറ്റ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഡിലീറ്റിന് മുമ്പുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഫോർ ഈച്ച് റോ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് സ്പെസിഫൈസ് എ റോ ലെവൽ ട്രിഗർ ദാറ്റ് ഈസ് ദ ട്രിഗർ വുഡ് ബി എക്സിക്യൂട്ടഡ് ഫോർ ഈച്ച് റോ ബീയിങ് എഫക്റ്റഡ്, അതർവൈസ് ദ ട്രിഗർ വിൽ ബി എക്സിക്യൂട്ട് ജസ്റ്റ് വൺസ്. അതായത് ഇത് ഫോർ ഈച്ച് റോ എന്നുള്ള നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ റോ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ട്രിഗർ ചെയ്യും. ഓരോ റോ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിഗർ ചെയ്യും. അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ മൊത്തം SQL സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ഇൻസേർട്ട് 5 വാല്യൂ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈച്ച് റോ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഇൻസേർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ട്രിഗർ അനൗൺസ് ചെയ്യിപ്പിക്കും. അതല്ല നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ 5 വാല്യൂ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒറ്റ ട്രിഗറായിട്ട് എന്ത് ചെയ്യുള്ളൂ, അവൈലബിൾ ആവുള്ളൂ. വെൻ കണ്ടീഷൻ, അടുത്തത് പറയാം വെൻ കണ്ടീഷൻ. ദിസ് പ്രൊവൈഡ് കണ്ടീഷൻ ഫോർ റോസ് വിച്ച് ദ ട്രിഗർ വുഡ് ബി ഫയർ. അതായത് ഏത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വരുന്നതാണോ ആ റോസ് എന്ത് ചെയ്യും, ട്രിഗർ ചെയ്യും. ദിസ് ക്ലോസ് ഇസ് വാലിഡ് ഓൺലി ഫോർ റോ ലെവൽ ട്രിഗേഴ്സ്. അടുത്ത ട്രിഗറിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയാൻ പോണത്. ഇപ്പോൾ ഇത് ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ ഒരു ടേബിളാണ് ഉള്ളത്, ജസ്റ്റ് വാല്യൂസും ഉണ്ട്. അപ്പോൾ നമ്മൾ പറയാണ് ക്രിയേറ്റ് ട്രിഗർ. ഒരു ട്രിഗർ എന്താണ്, ലെറ്റ്സ് ടേക്ക് എ പ്രോഗ്രാം ടു ക്രിയേറ്റ് എ റോ ലെവൽ ട്രിഗർ ഫോർ ദ കസ്റ്റമേഴ്സ് ടേബിൾ ദാറ്റ് വുഡ് ബി ഫയർ ഓർ ഇൻസേർട്ട് ഓർ അപ്ഡേറ്റ് ഡിലീറ്റ്. ഏതെങ്കിലുമൊക്കെ വന്നിട്ട് ക്രിയേറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ട്രിഗർ ക്രിയേറ്റ് ചെയ്തു. ഡിസ്പ്ലേ സാലറി ചേഞ്ചസ് എന്നാണ് അതിൻ്റെ പേര്. ഡിസ്പ്ലേ സാലറി ചേഞ്ചസ് എന്നാണ് അതിൻ്റെ പേര്. ഡിസ്പ്ലേ സാലറി ചേഞ്ചസ് എന്താണ്, ബിഫോർ ഡിലീറ്റ് ഓർ ഇൻസേർട്ട് ഓർ അപ്ഡേറ്റ് ഓൺ കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിലെ എല്ലാ റോയും ഫോർ ഈച്ച് റോ വെൻ ന്യൂ ID ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യുക, ഡിക്ലെയർ സാലറി ഡിഫറൻസ് നമ്പർ. എന്നിട്ട് ബിഗിൻ, അത് നമ്മൾ ജസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തതാണ്. സാലറി ഡിഫറൻസ് ഈക്വൽ ടു ന്യൂ ഡോട്ട് സാലറി. അതായത് ന്യൂ എന്നുള്ള ഒരു ഇതുണ്ടാവും, ന്യൂ ഡോട്ട് സാലറി ഉണ്ടാവും, ഓൾഡ് ഡോട്ട് സാലറി ഉണ്ടാവും. എന്നിട്ട് അത് മൈനസ് ചെയ്തിട്ട് എന്തെങ്കിലും സാലറി ഡിഫറൻസ് കാണുന്നിട്ട് എന്ത് ചെയ്യും, ഓൾഡ് സാലറി ചെയ്ത്. ഇതിപ്പോൾ ഓരോ റോ നോക്കും. ഓരോ റോ നോക്കിക്കഴിഞ്ഞാൽ ന്യൂ ഡോട്ട് ID കിട്ടിക്കഴിഞ്ഞാൽ ID 0 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നോക്കുക. അപ്പോൾ 1 കിട്ടും. 1 കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും, സാലറി എന്നുള്ള ഇത് ന്യൂ ഡോട്ട് സാലറിയും പഴയ സാലറിയും കിട്ടും. എന്ത് ചെയ്യുക, ചെയ്തിട്ട് ഇതാക്കുക. അപ്പോൾ ഇതാണ് ട്രിഗർ. അപ്പോൾ ഈ ഓരോ റോയിലും വരുന്ന ഓരോ റോ പ്രിൻ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ട്രിഗർ ഓണാക്കും. എന്നിട്ട് ഓഫാക്കിയിട്ട് വീണ്ടും അടുത്ത റോക്ക് വേണ്ടി കാത്തുക്കുക. അടുത്ത റോ ഫോർ ഈച്ച് റോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും റോ ലെവലാണ്. ഓരോ റോ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അത് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സിക്യൂഷൻ ട്രിഗർ ക്രിയേറ്റ് ആയി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെക്ക് ദ സാലറി ഡിഫറൻസ് ബൈ പ്രൊസീജിയർ വഴി നമുക്ക് എങ്ങനെ ഒരു സാലറി ഡിഫറൻസ് ട്രിഗർ വെച്ച് കാണാം എന്നുള്ളത് പറഞ്ഞത്. ടോട്ടൽ റോസ് നമ്പർ 2 ഒരു ക്രിയേറ്റ് ചെയ്തു, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ബിഗിൻ അപ്ഡേറ്റ് കസ്റ്റമേഴ്സ് സെറ്റ്. അപ്ഡേറ്റ് എന്നുള്ള കീവേഡാണ്. കസ്റ്റമേഴ്സ് എന്നുള്ള ടാബ്ലിൻ്റെ പേരാണ്. സെറ്റ് സാലറി ഈക്വൽ ടു സാലറി പ്ലസ് 5000. ഇഫ് SQL നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ദെൻ എൻഡ് ഇഫ് കസ്റ്റമേഴ്സ് അപ്ഡേറ്റഡ്.
സോറി, നമ്മൾ ഓൾറെഡി ട്രിഗർ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവും. അപ്പോൾ സെറ്റ് സാലറി പ്ലസ് 5,000 കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ നോ കസ്റ്റമർ അപ്ഡേറ്റഡ് ഉണ്ട്. ഇല്ലെങ്കിൽ എന്തുണ്ട്, ആ കസ്റ്റമറിൻ്റെ ടോട്ടൽ റോസും പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ ഗോൾഡ് സാലറി ഫസ്റ്റ് എത്രയായിരിക്കും, ഫസ്റ്റത്തെ വ്യക്തിൻ്റെ എത്രയാണ്, 20,000 അയാളെ പുതിയ സാലറി എത്രയാണ്, 25,000. കാരണം 5,000 നമ്മൾ കൂട്ടിയത്. പിന്നത്തെ ഡിഫറൻസ് ഇപ്പോൾ എത്ര പറയുന്നത്, സാലറി ഡിഫറൻസ് എത്ര, 5,000 പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, ജസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇതിനടുത്ത് ഒരു ട്രിഗറിനാണ് നമ്മൾ കോൾ ചെയ്തിട്ടുള്ളത്. അവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേ സാലറി ചാർജസ് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതേ സെയിം ട്രിഗറിനാണ് ഈ പേജിലോട്ട് കൊണ്ടുവരുന്നത്. ജസ്റ്റ് ഇത്രേ ഉള്ളൂ, ഇതൊന്നുമില്ല. ഇങ്ങനെ പ്രിൻ്റ് ഇപ്പോൾ നോക്കിയിട്ട് അത് പ്രിൻ്റ് ചെയ്യും. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന ചേഞ്ചസ് ഓരോ റോ ചേഞ്ച് ചെയ്യുമ്പോഴും ഇപ്പോൾ ഈച്ച് റോ എന്ന് കൊടുത്തുകൊണ്ട് എല്ലാ റോവും ഇപ്പോൾ ഫസ്റ്റത്തെ ഓൾഡ് സാലറി, രണ്ടാമത്തെ ന്യൂ സാലറി, ഫസ്റ്റത്തെ ഓൾഡ് സാലറി രണ്ടാമത്തെ ന്യൂ സാലറി ഡിഫറൻസ്, ഇത് ഒറ്റ റോൻ്റാണ്. ആ റോ മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രിഗറാകും. പിന്നെ വീണ്ടും അടുത്ത ഓൾഡ് സാലറി, പിന്നെ ന്യൂ സാലറി, പിന്നെ സാലറി ഡിഫറൻസ്, ഇത് മൂന്നും എന്താണ്, അടുത്ത ട്രിഗറാണ്. അങ്ങനെ ഓരോ റോ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഓരോ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയാണ് ട്രിഗറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ജസ്റ്റ് നോക്കുക, എന്തായാലും കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാവും. ഞാൻ PDF ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതും കൂടി നോക്കുക. അടുത്തതാണ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിതാണ്, അതായത് എന്തെങ്കിലും എറർ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ എറർ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രൊസീജിയറിനൊക്കെ ആണെങ്കിൽ ഡിക്ലറേഷൻ, എക്സിക്യൂട്ടബിൾ കമാൻഡ്, പിന്നെന്താണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് അല്ലെങ്കിൽ എറർ ഹാൻഡ്ലിങ്. അപ്പോൾ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഇതാണ്, ആൻ എക്സെപ്ഷൻ ഇസ് ആൻ എറർ കണ്ടീഷൻ ഡ്യൂറിങ് എ പ്രോഗ്രാം എക്സിക്യൂഷൻ. ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സമയത്ത് ഒരു എറർ ഉണ്ടാകുന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യമാണ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. PL/SQL സപ്പോർട്ട്സ് പ്രോഗ്രാമേഴ്സ് ടു ക്യാച്ച് സച്ച് കണ്ടീഷൻസ് യൂസിങ് എക്സെപ്ഷൻ ബ്ലോക്ക്. എക്സെപ്ഷൻ ബ്ലോക്ക് വഴി നമുക്ക് എന്ത് ചെയ്യാം, ആ വന്ന എറേഴ്സിന് എന്ത് ചെയ്യാം, ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് എന്താണോ അപ്രോപ്രിയേറ്റ് ആക്ഷൻ ആ ആക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഇത് 2 ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ് എന്നുള്ളത്. ഒന്ന് സിസ്റ്റം ഡിഫൈൻഡ് എക്സെപ്ഷൻ, അതായത് പ്രീ ഡിഫൈൻഡ് ഓൾറെഡി DBMSലുള്ള കുറേ എക്സെപ്ഷൻസ്. രണ്ടാമത് യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ, യൂസറിന് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു എക്സെപ്ഷൻ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യാണ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് നമുക്കൊരു എറർ വരുന്നു, ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു എറർ ആവാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്കൊരു തോന്നൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞതാണ് യൂസറിന് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഒരു എററിനെ ഡിഫൈൻ ചെയ്യുക. അതാണ് യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ. സിൻടാക്സ് പറയുന്നുണ്ട്, ദി ജനറൽ സിൻടാക്സ് ഓഫ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആസ് ഫോളോസ് ആർ ഹിയർ. യു ക്യാൻ ലിസ്റ്റ് ഡൗൺ ആസ് മെനി എക്സെപ്ഷൻസ് ആസ് യു ക്യാൻ ഹാൻഡിൽ. ദി ഡിഫോൾട്ട് എക്സെപ്ഷൻ വിൽ ബി ഹാൻഡിൽഡ് യൂസിങ് വെൻ അതേഴ്സ് ദെൻ. അപ്പോൾ അതിന് സിൻടാക്സ് കൊടുത്തിട്ടുണ്ട്, നോക്ക് എങ്ങനെയാണ്. ഡിക്ലറേഷൻ സെക്ഷന് ബിഗിൻ എക്സിക്യൂട്ടബിൾ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സെപ്ഷൻ വരുന്നത് കേട്ടോ. ഡിക്ലറേഷൻ, എക്സിക്യൂട്ടബിൾ, എക്സെപ്ഷൻ. എക്സെപ്ഷനിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, ഫസ്റ്റ് വെൻ എക്സെപ്ഷൻ 1, ഇവിടെ എന്തെങ്കിലും എക്സെപ്ഷൻ കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നമ്പറിനെ ഡിവൈഡഡ് ബൈ 0 ആണെങ്കിൽ ദെൻ എക്സെപ്ഷൻ 1 ഹാൻഡ്ലിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അവിടെ പ്രിൻ്റ് ചെയ്യിപ്പിക്കുക. ദ നമ്പർ കാൺ ബി ഡിവൈഡ് ബൈ 0, മാത്തമാറ്റിക്കൽ എറർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ എഴുതി കാണിപ്പിക്കാം. പിന്നെ എക്സെപ്ഷൻ 2 ആണെങ്കിൽ രണ്ടാമത്തെ, അങ്ങനെ നമുക്ക് എത്ര എക്സെപ്ഷൻ ഉണ്ടോ അത്രയും എന്ത് ചെയ്യുക, നമുക്ക് കൊടുക്കാം. അപ്പോൾ എന്താണ് എക്സെപ്ഷൻ, ആ എക്സെപ്ഷൻ എന്ത് എക്സെപ്ഷനാണ് വരാൻ പോകുന്നത്, ആ എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന് സിൻടാക്സ് ഇതാണ്, എക്സെപ്ഷൻ കൊടുക്കും വെന്ന് എന്ത് എക്സെപ്ഷനാണോ വരാൻ ചാൻസ് ഉള്ള ആ എക്സെപ്ഷൻ്റെ പേര് കൊടുക്കും. ദെൻ ആ എക്സെപ്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ താഴെ കൊടുക്കും. അങ്ങനെ നമുക്ക് എത്ര എക്സെപ്ഷൻസ് അപ് ടു n നമ്പർ ഓഫ് എക്സെപ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ബിൽഡപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ജസ്റ്റ് ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നോക്ക്.
CID കസ്റ്റമേഴ്സ് ID ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ബിഗിന് കൊടുത്തിട്ടുണ്ട്, ID കൊടുത്ത എക്സെപ്ഷൻ വെൻ നോ ഡാറ്റ ഫൗണ്ട്. അത് ഒരു പ്രീ ഡിഫൈൻഡ് എററാണ്, ഡാറ്റ ഇല്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? സച്ച് കസ്റ്റമർ, അങ്ങനത്തെ ഒരു കസ്റ്റമർ ഇല്ലയെന്ന് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വെൻ അതേഴ്സ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത്, വേറെ എന്ത് വന്നു കഴിഞ്ഞാലും, വേറെ എന്ത് എറർ വന്നു കഴിഞ്ഞാലും എററിന് എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യൽ? ഒരു എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യൽ. ഇപ്പോൾ റേസിങ് എക്സെപ്ഷൻ, ഇപ്പം നമുക്ക് അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് എക്സെപ്ഷൻസ് ആർ റേസ്ഡ് ബൈ ദ ഡാറ്റാബേസ് സെർവർ ഓട്ടോമാറ്റിക്കലി വെനെവർ there is an internal database error but exceptions can be raised explicitly by programs by using command raise. അതായത് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഇഫ് കണ്ടീഷൻ തന്നെ ഇപ്പോൾ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട്, അതായത് ഇഫ് ഇപ്പോൾ ഒരു വാല്യൂ കിട്ടി ആ വാല്യൂവിന് എന്ത് ചെയ്യണം? ഇപ്പോൾ ഇഫ് എ ഡിവൈഡഡ് ബൈ 0 ദെൻ അവിടെ നമുക്ക് ഓൾറെഡി നമുക്കറിയാം ഒരു എക്സെപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളെന്ത് ഒരു എക്സെപ്ഷൻ്റെ പേര് കൊടുത്ത് റേസ് ഇപ്പോൾ മാത്തമാറ്റിക്കൽ എറർ എന്നുള്ള ഒരു കൊടുത്ത്, എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് എക്സെപ്ഷൻ പറഞ്ഞു വെൻ, ഇത് നമ്മളവിടെ കൊടുത്ത എക്സെപ്ഷൻ്റെ പേര് വെൻ ഇപ്പോൾ മാത്തമാറ്റിക്കൽ എറർ വന്ന് ദെൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് താഴെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എൻഡ് ചെയ്യുക. മനസ്സിലായില്ല? അപ്പോൾ എന്താണ് ഒരു എക്സെപ്ഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ എക്സെപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? പേര് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യുക? ഒരു സ്വന്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഒരു എക്സെപ്ഷനെ റേസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ എക്സെപ്ഷൻ നമുക്ക് എന്ത് ചെയ്യുക? പിന്നെ നമ്മൾ എക്സെപ്ഷൻ സെക്ഷനിൽ അതിനെ കോൾ ചെയ്തിട്ട് അതിനെന്താണോ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അതാണ് റേസ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു എക്സെപ്ഷനെ ഒക്കർ ചെയ്യിപ്പിക്കുക. എന്നിട്ട് ആ ഒക്കർ ചെയ്ത് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് കേസിൽ എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. പറയുന്നത് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഈസ് യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസ്. അതായത് യൂസറിൻ്റെ രീതിയിൽ വരുന്ന യൂസറല്ല കോഡ് പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ പ്രോഗ്രാമിൽ അയാൾക്ക് വരാൻ ചാൻസ് ഉള്ള എറേഴ്സിനാണ് എന്ത് യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ. PLSQL യൂസ് ടു ഡിഫൈൻ യുവർ ഓൺ എക്സെപ്ഷൻസ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് യുവർ പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ ആവശ്യമനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സെപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക. എ യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ മസ്റ്റ് ബി ഡിക്ലെയർഡ് ദെൻ റേസ്ഡ് എക്സ്പ്ലിസിറ്റ്ലി using either a raise statement or the procedure DBMS standard.raise application error. അപ്പോൾ എക്സെപ്ഷൻ ഇങ്ങനെ നമ്മൾ ആദ്യമേ പ്രോഗ്രാം ഡിക്ലറേഷൻ സെക്ഷനിൽ എന്ത് ചെയ്യണം? എക്സെപ്ഷൻ ഡിക്ലെയർ ചെയ്ത് തരണം. ഇവിടെ മൈ എക്സെപ്ഷൻ എന്നുള്ള എക്സെപ്ഷൻ്റെ പേരാണ് എക്സെപ്ഷൻ എന്നുള്ള കീവേഡ്. അപ്പോൾ ഇപ്പോൾ ടെമ്പറർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ടെമ്പറർ എക്സെപ്ഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഫസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ടെമ്പറർ എന്നുള്ള ഒരു എറർ ക്രിയേറ്റ് ചെയ്ത് വെക്കും. അതിൻ്റെ വർക്കിംഗ് ഒന്നും എന്തൊന്നും പറയുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യും? അത് ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഇനിയിപ്പോൾ ഇവിടെ നോക്കും CID കസ്റ്റമേഴ്സ്. ഇപ്പോൾ കസ്റ്റമേഴ്സിന് CID എന്നുള്ള കൊടുത്തിട്ടുണ്ട്. CID കസ്റ്റമേഴ്സ് .id. അപ്പോൾ കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിലുള്ള ID തന്നെയാണ് എന്ത് CIDൻ്റെ ടൈപ്പ്. അതുപോലെ നെയിം കസ്റ്റമേഴ്സിൽ അതിൻ്റെ പേരെന്താണോ ഉള്ളത് അതായിട്ട് അതിൻ്റെ ടൈപ്പ് തന്നെയാണ് നെയിം അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അവിടെ നോക്കുക. കണ്ട എക്സ് ഇൻവാലിഡ് ID എക്സെപ്ഷൻ, അവിടെ ഒരു എറർ നമ്മൾ എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്തു, എക്സ് ഇൻവാലിഡ് എക്സെപ്ഷൻ എന്നുള്ളത്. എന്നിട്ട് കൊടുത്തു ഇഫ് CID <0 ആണെങ്കിൽ റേസ് എക്സ് ഇൻവാലിഡ് ID. നമ്മളെന്ത് ആ എക്സെപ്ഷൻ എന്ത് ചെയ്ത് റേസ് ചെയ്തു അങ്ങനെ കൊടുത്തു. ഇനി എക്സെപ്ഷൻ കൊടുത്ത എക്സ് ഇൻവാലിഡ് തന്നെ ആണെങ്കിൽ ID മസ്റ്റ് ബി >0 ഒന്ന് കൊടുത്തു. പിന്നെ വരുന്നത് നോ ഡാറ്റ ഫൗണ്ടാണ്. അത് എന്താണ്? ഓൾറെഡി ഇതാണ് എന്ത് അങ്ങനത്തെ ഒരു കസ്റ്റമർ ഇല്ല. ഇപ്പോൾ അതേഴ്സ് വേറെ എന്ത് എറർ വന്നു കഴിഞ്ഞാലും എററിന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ കാണിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എക്സാമ്പിൾസൊക്കെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? അതിൻ്റെ ഔട്ട്പുട്ട് ഇതാണ്. അപ്പോൾ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കോമൺ ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. ഇനി ഇവിടുന്ന് കുറച്ച് ഡിഫറൻസ് പറയുന്നുണ്ട്. അതായത് പ്രീ ഡിഫൈൻഡ് എക്സെപ്ഷൻ ഓൾറെഡി RDBMSലുള്ള ഇതാ പറയുന്നത്, എററാണ് പറയുന്നത്, അതിൻ്റെ കോഡും പറയണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? നോക്കി വെക്കുക. കാരണം അതിൽ പറയുന്നുണ്ട് കണ്ട നോ ഡാറ്റ ഫൗണ്ട് ഇറ്റ് റേസ്ഡ് വെൻ നോ ഡാറ്റ ഫൗണ്ട് നോ ഡാറ്റ ഫൗണ്ട് ഇറ്റ് റേസ്ഡ് വെൻ എ സെലക്ട് ഇൻടു സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺസ് നോ റോസ്. ഇത് നോ റോസ് കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്തത് നോട്ട് ലോഗ്ഡ് ഓൺ.
അങ്ങനെ ഓരോ ഇതുണ്ട്. സീറോ ഡിവൈഡ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ് സീറോ ഡിവൈഡ്, വാല്യൂ എറർ, ടു മെനി റോസസ്. അതായത് ഇപ്പോൾ സെലക്ട് കമാൻഡ് ടു മെനി റോസ് ആണ്. സെലക്ട് കമാൻഡ് ചെയ്തിട്ട് ഒരേപോലെ തന്നെ 2 ഡാറ്റ വരുന്നുണ്ടെങ്കിൽ അതെന്ത് തെറ്റും, അത് ടു മെനി റോസ് എന്നുള്ള ഒരു എററായിട്ട് ക്രിയേറ്റ് ചെയ്തിടും. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വായിച്ച് വെക്കുക. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അതോടെ RDBMS ഏകദേശം കഴിഞ്ഞേക്കാണ്. അപ്പോൾ ശരിക്കും ഒന്ന് നോക്കിയിട്ട്, ഇപ്പോൾ എക്സാമൊക്കെ വരാൻ പോകുന്നത്, അപ്പോൾ ശരിക്കും നോക്കിയിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും അറിയാത്തതോ മനസ്സിലാവാത്തതോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കട്ടോ. താങ്ക് യു.